കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ വീണ്ടും സംസ്ഥാന സർക്കാരിനെതിരെ ഹൈക്കോടതി. ഹർജിയിൽ കോടതി അലക്ഷ്യം ഇല്ലെന്ന് എങ്ങനെ പറയുമെന്ന് കോടതിയുടെ ചോദ്യം. നേരത്തെ എടുത്ത നിലപാട് തിരുത്താൻ സർക്കാരിന് സമയം നൽകിയിരുന്നു. ഇന്നും കോടതി വീണ്ടും പഴയ നിലപാടാണ് ആവർത്തിക്കുന്നതെന്നും കോടതി ചോദിച്ചു. വിശദാംശങ്ങളുമായി രേഷ്മ ബാബു ചിരികൾ. രേഷ്മ, ഈ അഴിമതി കാര്യത്തിൽ LDF-നും UDF-നും ഒരേ നിലപാടാണ്. ആ നിലപാടാണ് ചന്ദ്രശേഖരനെ സംരക്ഷിക്കുന്ന കാര്യത്തിലും ഇടത് സർക്കാർ സ്വീകരിക്കുന്നത്. ആ ഒരു നിലപാടിലാണ്, നയത്തിലാണ് അതിരൂക്ഷമായ വിമർശനം കോടതിയുടെ ഭാഗത്തിനും ഉണ്ടാകുന്നത്, അല്ലേ? കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ 3 തവണയാണ് CBI പ്രോസിക്യൂഷൻ അനുമതി തേടിക്കൊണ്ട് സംസ്ഥാന സർക്കാരിനെ സമീപിച്ചത്. പക്ഷേ ആ 3 തവണയും പ്രോസിക്യൂഷൻ അനുമതി നൽകാനാകില്ല എന്നുള്ളൊരു നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. INTC നേതാവായിട്ടുള്ള R ചന്ദ്രശേഖരൻ, അതോടൊപ്പം തന്നെ MD ആയിരുന്നു, കശുവണ്ടി കോർപ്പറേഷൻ MD ആയിരുന്ന KA ചന്ദ്രശേഖരൻ, അതോടൊപ്പം തന്നെ MD ആയിരുന്നു, കശുവണ്ടി കോർപ്പറേഷൻ MD ആയിരുന്ന KA രതീഷ്, ഇവരാണ് പ്രതികൾ. പക്ഷെ ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് അനുമതി കൊടുക്കാനാകില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. നേരത്തെ തന്നെ ഹൈക്കോടതിയാണ് പറഞ്ഞത് ഇതിൽ കോടതി ലക്ഷ്യമുണ്ട്, CBI വീണ്ടും പ്രോസിക്യൂഷൻ അനുമതി തേടിക്കൊണ്ട് സംസ്ഥാന സർക്കാരിനെ സമീപിക്കട്ടെ എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ നിലപാട്. അങ്ങനെ 3-ാം തവണയും പ്രോസിക്യൂഷൻ അനുമതി തള്ളിയ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തന്നെ സംസ്ഥാന സർക്കാരിനോട് ഇക്കാര്യത്തിൽ മറുപടി പറയാൻ ആവശ്യപ്പെട്ടത്. ഇന്നലെ വ്യവസായ വകുപ്പ് സെക്രട്ടറി നൽകിയ മറുപടി സത്യവാങ്മൂലത്തിൽ രതീഷിനെയും അതോടൊപ്പം തന്നെ ചന്ദ്രശേഖരനെയും പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള തെളിവുകളില്ലാത്ത പക്ഷം CBIക്ക് പ്രോസിക്യൂഷൻ അനുമതി നൽകാനാകില്ല എന്നുള്ളതാണ് തങ്ങളുടെ നിലപാടെന്നാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിലാണ് ഇന്ന് ഹൈക്കോടതി നിശ്ചിതമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. അതായത് കോടതി അലക്ഷ്യം അല്ലെങ്കിൽ കോടതി ലക്ഷ്യം ഉണ്ടായിട്ടില്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും എന്നുള്ളതാണ് ഹൈക്കോടതി പ്രധാനമായിട്ടും സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചത്. അത് മാത്രവുമല്ല, പലതവണ ഇതുമായി ബന്ധപ്പെട്ട് തെറ്റ് തിരുത്താനായിട്ട് സംസ്ഥാന സർക്കാർ, അതായത് ഉത്തരവിലെ തെറ്റ് തിരുത്താനായിട്ട് പലതവണ സർക്കാരിന് സാവകാശവും സമയവും നൽകിയതാണ്. പക്ഷേ ഇതുവരെ അക്കാര്യത്തിൽ ഒരു അനുകൂലമായിട്ടുള്ള നിലപാടോ സമീപനമോ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. എന്തായാലും വിശദമായിട്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കോടതിയലക്ഷ്യ ഹർജി വാദം കേൾക്കാനായിട്ട് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ അഴിമതിക്കാർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഹൈക്കോടതി കഴിഞ്ഞ തവണ വിമർശന രൂപേണ പറഞ്ഞിട്ടുള്ളത്. അതായത് അഴിമതിക്കാർക്കൊപ്പം നീങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. ഈ ഒരു സംഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ അഴിമതിക്കൊപ്പം സർക്കാർ നിൽക്കുമെന്ന കാര്യത്തിൽ തങ്ങൾക്ക് ധാരണയില്ലായിരുന്നു. പക്ഷേ ഈ പ്രോസിക്യൂഷൻ അനുമതി നൽകാത്തത് അഴിമതിക്കാരെ ചേർത്ത് പിടിക്കുന്നതിന് തുല്യമാണെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും സംസ്ഥാന സർക്കാർ ഈ ചന്ദ്രശേഖരനെ അതോടൊപ്പം തന്നെ രതീഷിനെയും സംരക്ഷിക്കുന്ന നിലപാട് അത് ഹൈക്കോടതി നഖശിഖാന്തം എതിർക്കുന്നുണ്ട്. തിങ്കളാഴ്ച വിശദമായിട്ട് തന്നെ ഈ വിഷയത്തിൽ വാദം കേൾക്കാമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. സുരേഷ്.